അപ്പച്ചേട്ടക്ക് കമ്മല് ചേരുന്നുണ്ടാ? അങ്ങനെ ഞാൻ ഇങ്ങനെ ഇവൾക്ക് വിശ്വസിച്ച് കമ്മല് കൊടുക്കും? ഞാൻ തരില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് 2 ദിവസത്തെ വ്ളോഗാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു ദിവസം ഞാനും അഭിഷേകനും അമ്മയും കൂടെ ഗുരുവായൂർ പോയ വ്ളോഗാണ്. ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ട് വ്ളോഗ് ചെയ്തിട്ടില്ല, ലോങ് വീഡിയോ എടുത്തിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് തുടങ്ങിയത് കേട്ടോ. പക്ഷേ ആ എക്സൈറ്റ്മെൻറ്റ് അങ്ങോട്ട് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലൊന്നും എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഗുരുവായൂരാണ്, അറിയാലോ, അവിടെ ഫോൺ നമുക്കധികം യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ലോക്ക് റൂമിൽ ഫോണൊക്കെ ഏൽപ്പിച്ചിട്ട് പോയി നന്നായി തന്നെ തൊഴുതു നല്ല സംതൃപ്തിയോടെ ഇറങ്ങിയിട്ട് അന്ന് ഉദയാസ്തമന പൂജയൊക്കെയുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ പായസം റെസീറ്റ് ആക്കിയതാണ്. ഞങ്ങൾക്ക് കിട്ടാൻ ലേറ്റായത്, 10 മണിയായിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് ഇച്ചിരി ഒരു മെനക്കേടായിരുന്നു. പക്ഷേ പിള്ളേർക്ക് പാൽപ്പായസം കൊണ്ട് ചെല്ലാമെന്ന് അമ്മ വാക്ക് പറഞ്ഞ് വന്നതുകൊണ്ട് തന്നെ അത് മേടിക്കാണ്ടാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് പോരാനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ അവിടെ ഞങ്ങൾ കഴിച്ചു കൂട്ടിയത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗുരുവായൂർ ആ പരിസരങ്ങളിൽ കറങ്ങി നടക്കാനായിട്ട്. വല്ലാത്ത രീതിയിൽ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, അവിടെ പോയി ഇരിക്കുമ്പോഴുള്ളൊരു പോസിറ്റീവ് വൈബ് അത് ഒരുവിധം എല്ലാവർക്കും അതങ്ങനെ തന്നെയാണ്. ഞാൻ കുറേ പേരെടുത്ത് സംസാരിക്കുമ്പോൾ ഗുരുവായൂർ പോകാൻ ഒരുവിധം എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കാലത്തോട്ട് വൈകുന്നേരം വരെ അവിടെ ഇരുന്നാലും എനിക്ക് മടുക്കേ ഇല്ല. പിന്നെ അഭിചേട്ടന് നമുക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ല, അഭിചേട്ടന് എത്തേണ്ടതായ ധൃതി ഉള്ളതുകൊണ്ട് തന്നെ പായസം മേടിക്കാണ്ടെന്ന് പോകാനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പായസം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് വിശന്നപ്പോൾ നമുക്ക് ഇത് കിട്ടില്ല, ഈ ഐറ്റംസൊക്കെ വേഗം കിട്ടും കേട്ടോ. ഭഗവാന്റെ വെണ്ണ, പഴം, അങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ വേറെ കൗണ്ടറാണ്, അതൊക്കെ നമുക്ക് വേഗം തന്നെ കിട്ടും. പക്ഷെ പായസത്തിൻ്റെ കൗണ്ടർ അമ്പലം നട തുറന്നാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇച്ചിരി വലഞ്ഞു. കുറച്ച് നേരം ഞാൻ വരിയിൽ നിന്നു, കുറച്ച് നേരം അമ്മ വരിയിൽ നിന്നു. അങ്ങനെയാണ് കേട്ടോ മേടിച്ചത്. ആദ്യം തിരിച്ചു പോന്നാലോ എന്നൊക്കെ കരുതി, പക്ഷെ എന്തോ അവിടെ നിന്ന് ആ പായസം മേടിക്കാണ്ട് അങ്ങോട്ട് പോരാൻ തോന്നിയില്ല. കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറേ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പഴം, വെണ്ണ, പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കണത്. പക്ഷേ ഞാൻ പഞ്ചസാര എടുത്തില്ല കേട്ടോ. പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ അത്ര പഞ്ചസാര എന്തായാലും ഞങ്ങൾ കഴിക്കില്ല, ഇനി അത് കേടാക്കണ്ടെന്ന് കരുതി ഞങ്ങൾ വെണ്ണയും പഴം കൂടി കഴിച്ചു കേട്ടോ അവിടെ ഇരുന്നിട്ട്. നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് കാഴ്ചകളാണെന്ന്, പല വെറൈറ്റി ഓഫ് കാഴ്ചകൾ എന്നൊക്കെ പറയില്ലേ. ഒരുപാട് ഡാൻസ് കളിക്കുന്ന മക്കളിങ്ങനെ ഡ്രസ്സൊക്കെ മാറി പോകുന്നു. അരങ്ങേറ്റങ്ങൾ ഒരുപാട് നടക്കുന്ന സ്ഥലമാണല്ലോ. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ അരങ്ങേറ്റത്തിന് ഞങ്ങൾ രാത്രി 12 വരെ ഗുരുവായൂർ പരിസരത്ത് കിടന്ന് കറങ്ങി നടക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരു പ്രിയങ്ക ഫാൻസി ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടെ ഒരു കുപ്പിവളകളുടെയും കമ്മലുകളുടെയൊക്കെ ഒരു ലോകം തന്നെയാണ്. അന്ന് അവിടെയൊക്കെ നടന്ന് ഞങ്ങൾ പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇവിടെ ഒരു കോൾഡ് കോഫി കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലായിട്ടാണ്. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമുക്ക് അത് കഴിച്ചിട്ട് വരാം. കാരണം അമ്മയാണ് ആ സമയത്ത് വരിയിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് 50 രൂപയാണ് കേട്ടോ. ക്യാഷ് ഒന്ന് കൊണ്ടുവരണം. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസിൽ കണ്ടതാണ്. പക്ഷേ ടേസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്രയ്ക്ക് വാവായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ കോഫി ലവേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടാവുമായിരിക്കും. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ കോഫി ലവറൊന്നുമില്ല, കഴിക്കുന്നു മാത്രം കേട്ടോ. പിന്നെ അവിടെ കല്യാണങ്ങളൊക്കെ മൊത്തത്തിൽ കുറവായിരുന്നു കേട്ടോ. ഒരു കല്യാണത്തിൻ്റെ ആൾക്കാരെ മാത്രമേ ഞാൻ അവിടെ കണ്ടുള്ളൂ. വേറെ അല്ലെങ്കിൽ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പൊതുവേ ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ച് ഇറങ്ങാറ്. പക്ഷേ അബ്ചേട്ടൻ പറഞ്ഞു നമുക്ക് കുറച്ചും കൂടി ഇനി അവിടെ ശരവണ ഭവൻ പുതിയത് ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ നിന്ന് അങ്ങോട്ട് പോരുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇനി എന്നാണ് വരാൻ പറ്റുക എന്നുള്ളൊരു ആലോചനയോട് കൂടിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വീണ, അവൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 2 പേർക്കും പോകണമെന്ന്. തനിയെ പോകുന്നതിന് മുന്നേ എക്സ്പ്ലോർ ചെയ്യലല്ല, ഞാനും അമ്മയും കൂടെ ഒരിക്കൽ തനിയെ പോയിട്ടുണ്ട്. ഞാനും അമ്മയും തനിയല്ലല്ലോ, ഞങ്ങൾ 2 പേരും കൂടെ കാറിൽ പോയിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ കാറൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് ട്രെയിനിലൊന്ന് പോകണമെന്നുണ്ട്, നോക്കാം. എന്നതിൽ ഞാൻ വ്ളോഗും ചെയ്യും. അങ്ങനെ ഞങ്ങൾ ശരവണ ഭവനിൽ കയറി ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങോട്ട് ബ്ലോക്കാണല്ലോ ഗൈസ്. ഈ റൂട്ട് നമുക്ക് ബ്ലോക്ക് ഇല്ലാതെ വരാൻ പറ്റുക എന്ന് പറയുന്നത് അത് അസാധ്യം തന്നെയാണ്. മുതുവറ ഭാഗത്തൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ
അഭിചേട്ടൻ അറിയായിരുന്നു ബ്ലോക്ക് ആവുന്നു. പറഞ്ഞു ഞാൻ ബാക്കിലിരിക്കാം, നീ എന്തായാലും വണ്ടി ഓടിച്ചോ, കുറച്ച് നേരം ഉറങ്ങാനുള്ള സമയം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ അഭിചേട്ടൻ വടക്കേ സ്റ്റാൻഡിൽ ഇറക്കിയിട്ട് അപ്പം അഭിചേട്ടൻ സൈറ്റിക്കൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ വീട്ടിലാക്കണ്ട, ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയും കൂടെ ബസ്സിൽ കയറി. പിന്നെ താളത്തോടെ ഇറങ്ങിയതിന് ശേഷം അമ്മ അങ്ങോട്ട് വീട്ടിലേക്കും പോയി, ഞാൻ ഇവിടേക്കും പോകുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നടന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ, ഗുരുവായൂർ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോരുമ്പോൾ ഇത്തിരി വിഷമമുണ്ടെങ്കിലോ ഭഗവാനെ കണ്ട് തൊഴുത് കഴിഞ്ഞ് പോകുമ്പോൾ എന്തോ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വീടെത്തി കേട്ടോ. ഞങ്ങളുടെ വീട് നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഞങ്ങളുടെ വീട്, കൃഷ്ണരാഗം. പിള്ളേരൊന്നും ഇല്ലാട്ടോ, അവരൊക്കെ സ്കൂളിൽ പോയേക്കാണേ ഇന്ന്. ഞങ്ങൾ ഗുരുവായൂരിന് എത്തിയിട്ടോ. 12:10 എത്തി. ഞങ്ങൾ ബസ്സിൽ വടക്കേ സ്റ്റാൻഡിൽ ഇറക്കി വിടാ ചെയ്ത അപ്ചേട്ടൻ്റെ സൈറ്റിലേക്കൊക്കെ പോകാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അപ്പം എനിക്ക് ഇന്നത്തെ ലോങ് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പം അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനിട്ടിട്ട് ഇനി ഡ്രസ്സ് മാറണുള്ളൂ. വേഗം ഭക്ഷണം കഴിച്ചല്ലോ, എനിക്ക് വിശക്കണമൊന്നുമില്ല അത് കാരണം. അപ്പം ഞാൻ വേഗം വീഡിയോ എഡിറ്റ് ചെയ്തിട്ടേട്ടാ. എഡിറ്റ് ചെയ്ത് ഇന്ന് വൈകുന്നേരത്തേക്കുള്ളത് പോസ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ അപ്പം വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളടുത്ത് പറയാനുണ്ട്. ഒന്നുമില്ല കേട്ടോ, ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാനായിട്ട് കുറെ കമന്റ്സ് വരുന്നുണ്ട്. അപ്പം എന്താണ് വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇവരെ കിട്ടട്ടെ. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ ചലഞ്ച് ചെയ്യാം ഗൈസ്. അപ്പം എനിക്ക് ഇവരുടെ അവൈലബിലിറ്റി കൂടെ നോക്കണം. പിള്ളേർക്ക് എക്സാം ആണ്, പിന്നെ അഭിചേട്ടനെ കിട്ടണം. വൈകുന്നേരങ്ങളിലാണ് അഭിചേട്ടനെ കിട്ടുള്ളൂ. അപ്പം നോക്കട്ടെ, ഞാൻ എന്തായാലും ഒരു ചെറുതെന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് പറ്റുമോ നോക്കട്ടെ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് വ്ളോഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. അഭിചേട്ടൻ വന്നു, ആമി വന്നു, ആദ്യ ട്യൂഷന് പോയി. കട കഴിഞ്ഞോട്ടാ. ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. എത്ര മണി? എളുപ്പമുള്ള സുഖടാൻ എളുപ്പം പെട്ടെന്ന് എടുത്തിട്ടിടാം. അഭിചേട്ടൻ ഈ കമ്മല് ചേരുന്നുണ്ടാ? ചേരുന്നില്ലേ? പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കമ്മല്. കുഴപ്പമൊന്നുമില്ലല്ലോ, ആവൂന്നല്ല, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ബാക്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചാട്ടാ, അല്ലെങ്കിൽ എനിക്ക് കമ്മലിടാൻ പറ്റില്ല. ഞാനിത് കൊടുക്കും. വെയിറ്റ് ആയിട്ടല്ല, എൻ്റെ ഹോള് കൂടുതലായിട്ട് ആകണ്ട. ഹോൾ ഇത്ര ഉണ്ട് എനിക്ക്. അങ്ങനെ ഡാൻസ് പ്രാക്ടീസ്. അപ്ചേട്ടന്റെ മുട്ടുവേദന, എനിക്ക് വയറുവേദന. കഴിച്ച് കാലത്ത് ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയിട്ട് വയറുവേദന. ഇന്ന് ആൻ പറഞ്ഞു എന്റെ കമ്മൽ നല്ല ഭംഗിയുണ്ട്. ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞോണ്ട് വായിക്കാം. മറ്റേ പീച്ച് ഡാമിന്റെ വ്ളോഗ് ഇട്ടുണ്ട്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വന്നപ്പോ എന്റെ വയറുവേദന എടുത്തിട്ട് ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്തു ഗൈസ്. എന്നിട്ട് റീൽ എടുക്കാനൊക്കെ ഇരുന്നു. പക്ഷെ എന്നെ കൊണ്ട് എന്റെ വേദന എനിക്ക് മുഖത്ത് കാണായിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്സ് മാറി ആദ്യം വിളിക്കാൻ പോയി. ഫോട്ടോ പോലും എടുത്തില്ല. അത് എടുത്തിട്ടുണ്ടാവില്ല. ഫോട്ടോ എടുത്തു. ഗൈസ് ഞാൻ മൊത്തത്തിൽ ഓഫായി. എനിക്ക് വയറ് സുഖമില്ല, വയറുവേദന എടുത്തിട്ട് വയ്യ. ഇന്ന് ഫുഡൊക്കെ ലേറ്റ് ആയല്ലോ കഴിക്കാൻ, അമ്പലത്തിൽ നിന്നൊക്കെ വന്നിട്ട് കഴിക്കാൻ. അപ്പോൾ ഒക്കെ ലേറ്റായി. വയറ്റിലൊക്കെ ഗ്യാസ് ഫോം ചെയ്ത് വയറുവേദന എടുത്തിട്ട് വയ്യ. അപ്പം ഇനി ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് കിടക്കാൻ പോകും. ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം അങ്ങനെയുള്ള കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ഞാൻ ഫുള്ളി എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ വയ്യാത്തതുകൊണ്ട് എനിക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ. ഇനി നോക്കട്ടെ, എഡിറ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ദിവസത്തെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബായ്. ഓക്കെ ബായ്. അപ്പോൾ ഇത് വേറൊരു ദിവസമാണ് കേട്ടോ. എനിക്ക് ഞാൻ നോക്കിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ലെങ്ത് പോരാ. അപ്പം ഞാൻ വേറൊരു ദിവസത്തെയും കൂടി ഈ വീഡിയോയിൽ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാമിയുടെ ഒരു നിർബന്ധത്തിൻ്റെ പേരിലാണ് ഞാനൊരു ഈവനിങ് തൊട്ടിട്ട്, ഈവനിങ് ഒന്നുമില്ല, ഒരു 7 മണി തൊട്ടിട്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. മഴ കാരണം മുടക്ക് പ്രഖ്യാപിക്കും. എന്താ
മഴ ഭയങ്കര കലിപ്പില്ലാന്ന് തോന്നുന്നുണ്ട്. മഴ ഇവര് സ്കൂളിൽ പോണ ദിവസം നല്ലോണം മഴ പെയ്യും, മുടക്കം കൊടുക്കുന്ന ദിവസം നല്ല വെയിലായിരിക്കും. തൃശ്ശൂര് അങ്ങനെയാ, അതെന്താണാവോ പാവം കളക്ടർ. ഈ പാവം തോന്നുക ഇന്നലെ സ്കൂള് മുടക്ക് കൊടുത്തു, 12:30 തൊട്ടിട്ട് ആദ്യക്ക് വിട്ടു. അത് പിന്നെ മഴ പെയ്തിട്ടില്ലേ, അതുവരെ മഴയായിരുന്നു. സൈക്കോ മഴ. ഞങ്ങളൊരു റീൽ എടുക്കാൻ പോവാ. അമ്മ നീയും അമ്മ ഞാനിന്ന് സിംഗിൾ ആയിട്ടുള്ള ഒരു റീലും ഞങ്ങൾ തമ്മിലുള്ള ഒരു റീലും എടുക്കണം. അപ്സേന വന്നിട്ടുണ്ട്, അബില് കഴിച്ചോണ്ട് എന്ത് കാരണം സെൽഫി. നിങ്ങളുടെ പുതിയ ചിന്തിക്കുമ്പോഴാണ് താമര ലോട്ടസ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. എനിക്ക് കുറച്ച് ആഭരണങ്ങൾ അവിടെ കട എടുക്കാണ്ട് മറ്റന്നാ കൊണ്ടുപോയ. പിന്നെ ഞാൻ തിടും സെറ്റും. ഒരു എൻഗേജ്മെന്റിന് പോയ വ്ളോഗ് ഞാൻ ഇട്ടുണ്ടായിരുന്നല്ലോ. അതില് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കമ്മലിട്ടിട്ട് പോയി. ആ കമ്മലിട്ടിട്ട് പോയിട്ട് അതിന്റെ ഇതൊക്കെ നശിപ്പിച്ചു. അവള് പട്ടുപാവാടയുടെ ഉള്ളിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന് അത് ചവിട്ടിയത് നശിപ്പിച്ചു. എന്റെ റിങ് കമ്മലുകളൊക്കെ ഇട്ട് അതിന്റെ കളർ കളഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇവൾക്ക് വിശ്വസിച്ച് കമ്മല് കൊടുക്കും? ഞാൻ തെറ്റിയ. ഞാൻ കൊറേ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന കമ്മലുകളാണ് ഇവിടെ പഴക്കായി. ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കാൻ പൊന്നു പോലെ സൂക്ഷിച്ച് കളർ പോകാണ്ട് കൊണ്ട് നടക്കുന്ന സാധനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് അവള് നശിപ്പിച്ചു. അത് ശരിയാക്കിട്ട് കൊണ്ടുവന്നു. സ്വന്തം എടുത്തു. ചേട്ടന് ഫുഡ് വേണ്ടേ? എക്സ്ക്യൂസ് മീ ചേട്ടാ. എന്നെ ചേച്ചിന്ന് വിളിക്കണേ? ഞാൻ ചേട്ടാ ചേച്ചിയാ? ഏത് വകയില് ചേച്ചിയാവണേ? ഏത് വകയിലൂടെ അനിയത്തിയാവണേ? അച്ഛന് 12 വയസ്സിന് താഴെയല്ലേ? 10 ആദ്യം 10. കഴിഞ്ഞ വീഡിയോയിൽ ആമി മാഗി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് കേണ് അപേക്ഷിച്ചത് കൊണ്ട് ഇന്ന് മാഗിയാണ്. മാഗി പൊട്ടയെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇടയ്ക്ക് ഇങ്ങനെ സമയത്ത് തോന്നുമ്പോ ഉണ്ടാക്കി നിർത്തും, പിന്നെ വീണ്ടും കൊതി തോന്നുമ്പോ വീണ്ടും ഉണ്ടാക്കും. അപ്പൊ കുറച്ചിടുന്നുണ്ട്. ഇവിടുത്തെ മാഗി റെസിപ്പി ഭയങ്കര സിമ്പിളാ. ഇങ്ങനെ ശരിക്കും മാഗി ഉണ്ടാക്കാം. ഇവിടെ വെജിറ്റബിൾസ് ഒന്നും ഇടത്തില്ല. ഏത് ഗ്രീൻ ബീൻസ് ഒക്കെ ഇടുന്നുണ്ട്? ഗ്രീൻ ബീൻസ് മാത്രല്ലേ? ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഗൈസ് ഒരു ഹോം ടൂർ എടുക്കാൻ. ഞങ്ങളുടെ വീടുണ്ടല്ലോ പണി 7 വർഷമായി. 7 വർഷമില്ല, ഇനിയിപ്പോ ഒരു സെപ്റ്റംബർ വരുമ്പോ 8ാമത്തെ വർഷം വരുന്നത്. അപ്പൊ അതിന്റേതായ മുശ്ചിരികളുണ്ട്. 8 ഞാൻ 1 പഠിക്കുമ്പോഴല്ലോ വന്നേ. 9ന്റെ ഓണം 8. അപ്പൊ പുറത്തൊക്കെ ഒരു വട്ടം പെയിന്റ് ചെയ്തു. വീണ്ടും മഴ പെയ്യുമ്പോ അതൊക്കെ മുഷിഞ്ഞു. എന്നാൽ അകത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സ്വിച്ച് ബോർഡിന്റെ അവിടെ ഇങ്ങനെ പെയിന്റ് ചെയ്യാറായിട്ടുണ്ട്. എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ വന്നപ്പോ ഭയങ്കര ചെറുതായിരുന്നു. പക്ഷെ മറ്റേ പെൻസിൽ കൊണ്ടുള്ള കോറൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ചെയ്യാൻ സമ്മതിക്കണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനത്തെ കച്ചറകളൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ നമ്മള് കസാര മുട്ടിക്കുമ്പോ എന്താ ഇവിടെ നനഞ്ഞ കഴിയണെങ്കിൽ എത്തിച്ച് സ്വിച്ച് തൊട്ടിട്ട ഇപ്പൊ എത്തും. എത്തിച്ച് അങ്ങനെ ഇവിടത്തെ സ്വിച്ച് ബോർഡും ഉണ്ട്. ഇവിടെ ഞങ്ങൾ പണ്ട് കിടക്കുക. അപ്പൊ ഇവിടത്തെ ഇങ്ങനെ എത്തിച്ച് തൊട്ട് കയ്യിൻ്റെ നനവൊക്കെ കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. എല്ലാ സ്വിച്ച് ബോർഡിൻ്റെ ഇടയിലും ഉണ്ട്. ഞാനും ആദ്യം എത്തിച്ച് ചില സ്വിച്ചിടെ ഞാൻ ആദ്യം എടുത്തിട്ട് വരുന്നുണ്ട്.
ചീസില്ലേ? പ്രിൻസിപ്പൾ വന്നാൽ കിട്ടും. പകുതി എനിക്ക് വേണേ, കാ ഭാഗം എനിക്ക്. എന്നാലും ചെറിയ പീസ് എനിക്ക്. ഞാൻ മെസ്സേജ് എപ്പോഴാണ് ഫ്രീ ആകുമ്പോൾ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയ തക്കം നോക്കി മാമ അവരെ വിളിച്ചു. ടൈനി പീസ് ഗുഡ് കുത്തി. ഫ്രോസൺ ഗ്രീൻ പീസ്. ഇതുണ്ടല്ലോ ഫ്രോസൺ ഗ്രീൻ പീൻസ് റിലയൻസിൽ നിന്ന് നമുക്ക് ഓഫറിന് കിട്ടും. 100 രൂപയ്ക്ക് 150 രൂപയ്ക്കൊക്കെ 2 പാക്കറ്റ്, വലിയ പാക്കറ്റ് കിട്ടും. ഉണ്ടാക്കുമ്പോ നല്ലതാ. ഓണാക്കിയത് അത് കിട്ടി. ക്യാരറ്റ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കിട്ടിയില്ലേ. പിരി പിരി മസാല ഒക്കെ എടുത്തിട്ട് വരട്ടെ. ഓക്കെ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കലബിലകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. കാരണം കലബില അവിടെ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആ വീഡിയോസൊക്കെ ഒന്ന് കുറച്ചു നിങ്ങൾക്ക് ഇനി ബോറടിച്ചാലോ എന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ ഞാൻ ഒതുക്കി വെക്കാൻ പറഞ്ഞു കേട്ടോ. ആമിയുടെ അടുത്ത് ആമി വക പണികളിലൊക്കെ വല്ലപ്പോഴേ കിട്ടുള്ളൂ. കിട്ടുമ്പോൾ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കാരണം ഞങ്ങൾ ഡാൻസ് റീൽ എടുത്തിട്ടാണ് പിന്നെ ഇത് കുക്കിങ്ങിന് നിന്നത്. അപ്പോൾ ടയേർഡായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ ഫുഡൊക്കെ ആമി സെർവ് ചെയ്തു, ഞങ്ങളത് കഴിച്ചു കേട്ടോ. പിന്നെ എന്തായിരുന്നു, അബ്ചേട്ടൻ വന്നപ്പോൾ അവിയിൽ നനച്ചത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നൂഡിൽസ് അബ്ചേട്ടനും കഴിച്ചു. അബ്ചേട്ടൻ ഈ നൂഡിൽസ് ഒന്നും വലിയ ഇഷ്ടമില്ല, പക്ഷേ അബ്ചേട്ടൻ നന്ന് കുറച്ച് കഴിച്ചായിരുന്നു. കാരണം ആൾക്കത് വലിയ വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ ആദ്യയുടെ യൂണിഫോം, സ്കൂളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തന്ന യൂണിഫോം വലുതായിട്ട് ലൂസായിരുന്നു കേട്ടോ. അപ്പം അത് കോട്ടിൻ്റെ ഉള്ളിലാണ് ഷർട്ട്. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യത്തെ ഇടലിൽ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യം പറഞ്ഞു ചില സമയങ്ങളിൽ കോട്ട് ഊരി വെക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചേട്ടൻ പറഞ്ഞു അതൊന്ന് സൈഡ് അടിച്ച് കൊടുത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് ഷേപ്പ് ചെയ്യാനിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ്റെ 1-2 പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തു. ഈ മെഷീൻ എൻ്റെ ഒരു പിങ്കി ഫ്രണ്ടാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് വീട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം മേടിച്ച് വെച്ച് അത്യാവശ്യം തട്ടിക്കൂട്ട് സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. മറ്റേ കൊമേഴ്ഷ്യൽ ലെവലിലൊന്നും ഇതിൽ നടക്കൊന്നുമില്ലേ, നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലേ. അല്ലാത്ത ഈ തട്ടിമുട്ടേൻ്റെ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല ഈസി ആയിട്ട് നടക്കും. പിന്നെ എൻ്റർലോക്ക് ചെയ്യാൻ പറ്റും, പിന്നെ ഇതിൽ എംബ്രോയിഡറി ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനത്തെ വലിയ സാഹസങ്ങളൊന്നും ഇതിൽ മുതിർന്നിട്ടില്ല, പക്ഷെ ചെയ്ത് നോക്കണം. നമുക്ക് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാൻ തന്നെ വേണമല്ലോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം. അങ്ങനെ പിന്നെ ഇതാണ് കേട്ടോ ആദ്യയുടെ ഫുൾ യൂണിഫോം വരുന്ന ഷർട്ട്, അതിൻ്റെ മുകളിലൊരു കോട്ട്, പിന്നെ ടൈ ഉണ്ട്, പാൻറ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാ. അതൊക്കെ ഹാങ്ങറിലാക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. ഇങ്ങനത്തെ പണികളൊക്കെ രാത്രി തന്നെ ചെയ്ത് കിടക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അബ്ചേട്ടൻ പറയുന്നതാണ് നാളെ ചെയ്യാൻ ഷിംനയിനിന്ന്. പക്ഷെ കാലത്ത് ഇതൊക്കെ എങ്ങനെ ചെയ്യാനാണ്? കാലത്ത് അടുക്കളയിൽ അത്യാവശ്യം പണികളുണ്ടാവുമല്ലോ. പിള്ളേരെ സ്കൂളിൽ വിടണമെന്നുണ്ടെങ്കിൽ ഒരു 7-8 മണിയാകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് ഫുഡ് പാക്ക് ചെയ്ത് വെക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ ഇത് സ്റ്റിച്ച് ചെയ്യാൻ നടക്കണ കാര്യമൊന്നുമല്ല. അപ്പം ഞാൻ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞ് വന്നതിന് ശേഷം വേഗം ഇത് ചെയ്യാനിരുന്നു കേട്ടോ. ഷേപ്പ് ചെയ്തു, അച്ഛൻ്റെ ഇതൊക്കെ തയ്ച്ചു, ഞാൻ ഒക്കെ മടക്കി റെഡിയാക്കി, എല്ലാതും തിരിച്ച് അതാത് സ്ഥലത്ത് എടുത്ത് വെച്ചു കേട്ടോ. കാരണം ഇത് അബ്ചേട്ടൻ വർക്ക് ചെയ്യാനിരിക്കുന്ന ടേബിളാണ്. ഓഫീസിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ ചെയ്യാനിരിക്കുന്ന ടേബിളാണ്. അപ്പോൾ പിന്നെ എൻ്റെ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ അവിടെ കച്ചറയായിട്ട് ഇരിക്കില്ലേ എന്ന് കരുതി. അപ്പോൾ ഞാൻ എൻ്റെ ആ ഷെൽഫിലാണ് ഞാൻ എൻ്റെ എല്ലാ ഐറ്റംസ് വെക്കുക. ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പം ഞാനൊരു ദിവസം ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കാരണം അത് നല്ല ഈസിയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനി പോയി കിടന്ന് ഉറങ്ങാൻ പോവാം. കാരണം എല്ലാവരും ഉറങ്ങാൻ വിട്ടു. ആമി കിടന്ന് ഉറങ്ങി, അബ്ചേട്ടൻ കിടന്ന് ഉറങ്ങി, ആദ്യം ഉറങ്ങാനും വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.